സുഹൃത്തുക്കളെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ നിന്ന് താഴെ വീണിരിക്കുന്നു. അവിടെ UDF LDF ചേർന്ന ഇനി ഭരിക്കും കോർപ്പറേഷൻ. ആര് മേയറാകും? ശബരിനാഥോ അതോ? ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കാപ്പ കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ആർ സുഗതനും BJPക്കും തിരിച്ചടി. സുഗതനെ ജയിലിലടച്ചത് കാപ്പ ഉപദേശക സമിതി ശരിവച്ചിരിക്കുന്നു. ആർ സുഗതൻ 6 മാസത്തേക്ക് ജയിലിൽ തുടരും. ഹൈക്കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ കൗൺസിലർ സ്ഥാനം നഷ്ടം. LDF-ൽ നിന്നൊരു മേയർ ഉണ്ടാവുമോ എന്നൊക്കെ ആയിരുന്നു ഇന്നത്തെ വൈകിട്ടത്തെ വാർത്ത പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ചിലർ. പക്ഷെ കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ. വാർഡ് കൗൺസിൽ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ വാഴോട്ടുകോണം കൗൺസിലർക്ക് കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. 51 പേർ പിന്തുണച്ചുള്ള സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ ശബരിനാഥ, കേരള മുനിസിപ്പൽ ആക്ട് 91 പ്രകാരം അദ്ദേഹത്തിന് 6 മാസം വരെ അവധിയെടുക്കാം. അത് നിയമപ്രകാരം നടക്കുന്ന കാര്യമാണ് ശബരിനാഥ. അതുപോലെ തന്നെ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് അദ്ദേഹം അവധിക്കുള്ള അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ സർക്കാരിന്റെ തന്നെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പൊ സർക്കാരിന്റെ തന്നെ അനുമതിയോട് കൂടിയാണത്. ആ പഴുത് ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ശബരിനാഥ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. അദ്ദേഹം ആരുടെയും ഒരു പിൻബലം പറ്റി വന്നൊരു ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിന് ജനങ്ങൾ വ്യക്തമായ പിന്തുണ കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കി അവിടെ കൊടുത്ത് വിജയിപ്പിച്ച് വന്നൊരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരാളുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു നാമത്തിൽ ഇവിടെ വന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഗതികേടൊന്നും അദ്ദേഹത്തിനില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇപ്പോഴും ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടതിന്റെ പൂർണ്ണ ഉദാഹരണമാണ് അവിടുത്തെ ജനങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണം. അതുപോലെ തന്നൊരു കാര്യമാണ്, അദ്ദേഹം തെറ്റുകാരനാണെന്ന് ഇന്ന് വരെ കോടതി പറയാത്തത്തോളം കാലം കുറ്റാരോപിതൻ മാത്രമാണ്. ആ ഒരു കുറ്റാരോപിതനായ ആളുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ കേസില്ലാത്ത ഏത് തരത്തിലുള്ള കൗൺസിലർമാർ അവിടെ ഉണ്ടാവുക? വേണമെങ്കിൽ 1-2 ആളുകളെ പുതിയതായി നിർത്തി മത്സരിപ്പിച്ച കുറച്ച് ആളുകളല്ലാണ്ട് കേസില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ശബരിനാഥ? പിന്നെ ഈ കാപ്പയൊക്കെ എന്ന് പറയുന്നതും എങ്ങനെയൊക്കെ ചുമത്താനാണെന്നുണ്ടെങ്കിൽ എത്രയോ ആളുകൾക്കെതിരെ ചുമത്തി കഴിഞ്ഞു. ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. കേസുകളുടെ എണ്ണം പരിശോധിച്ചും അല്ലെങ്കിൽ കേസുകളുടെ യാഥാർത്ഥ്യ സ്ഥിതിയും അതുപോലെ തന്നെ അതിന്റെ ഗൗരവസ്ഥിതിയും സ്വഭാവവും പരിശോധിച്ചാണെങ്കിൽ. പക്ഷേ നിങ്ങളുടെ പ്രശ്നമൊന്നുമില്ല, എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക, ഞങ്ങൾക്ക് 2 പേർ കൂടെ ചേർന്ന് വരിക. ഇപ്പൊ നടത്തിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് പിന്തുണ കൊടുത്തിരിക്കുന്ന BJP-ക്കാണ് സുധീഷ്. ഞാൻ സുഗതന് വേണ്ടിയാണ് ഇവിടെ വാദിക്കുന്നത്. സുഗതന് കാപ്പ കേസിലെ പ്രതി വ്യക്തിപരമായ അടുപ്പമാണോ ഇതിനുള്ള? അതെ സുഗതന് BJP-ക്കുള്ള പിന്തുണ സുഗതന് ഇന്നത്തേക്ക് മാത്രമുള്ള പിന്തുണ ഇന്നത്തേക്ക് മാത്രമുള്ള സുഗതന്റെ ഇതിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഇന്നത്തേക്ക് മാത്രമുള്ള പിന്തുണയാണോ അല്ല BJP-യെ പിന്തുണക്കുന്നു? സുഗതന്റെ കാര്യമാണല്ലോ എനിക്കിപ്പോൾ ഇവിടെ പിന്തുണയ്ക്കേണ്ടി വന്നിട്ടിരിക്കുന്നത്. അതെ, അത് തന്നെയാണ്. ഈ തുടർന്ന ദിവസങ്ങളിൽ എന്താ വരട്ടെ, നല്ലത് ചെയ്താൽ നല്ലതിനോടൊപ്പം നിൽക്കും. എങ്ങനെയാ ബന്ധം, വ്യക്തിപരമായ ബന്ധം? അതെ സുഗതൻ എന്നെ വീട്ടിൽ റിപ്പോർട്ടർ ചാനലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഭരണം ഇനി ആരായിരിക്കും അടുത്ത മേയർ എന്നൊക്കെ ആയിരിക്കും ചിലപ്പം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ രീതിക്കൊക്കെ ആയിരിക്കും അവരെടുത്ത വാർത്തയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുക. അതെല്ലാം നഷ്ടപ്പെട്ടു പോയതിന്റെ സങ്കടത്തിലായിരിക്കും അതേ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എത്ര എടുത്ത് ചോദിച്ചാലും ഈ 6 മാസം ഇവർ പണിയെടുത്ത് ഈ കോർപ്പറേഷനെ എങ്ങനെങ്കിലും ഭരണത്തിൽ നിറക്കാം എന്നുള്ളൊരു മോഹവുമായിട്ട് നടന്നത്. ആ മോഹം മൺകലം നിലത്ത് വീണ് ഉടയുന്ന പോലെ ഉടഞ്ഞിരിക്കുകയാണ്. ആ മോഹങ്ങളെല്ലാം കലവും വെള്ളവും വെച്ച വെള്ളവും എല്ലാം കൂടിയാണ് ഉടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത കലവും വെള്ളവും ഒക്കെ തയ്യാറാക്കി വരിക. ഇനി അടുത്ത പുതിയ പദ്ധതികളുമായിട്ട് നടപ്പിലാക്കാനായിട്ട് ശബരിനാഥ LDF മുന്നണിയുമായിട്ട് കൈകോർത്ത് കോർപ്പറേഷനെ എങ്ങനെങ്കിലും ഇനി താഴെ ഇറക്കാനുള്ള അടുത്ത പദ്ധതിയുമായിട്ട് വരിക. കാരണം നിങ്ങളുടെ കോർപ്പറേഷനിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളോ അവരുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും പരിഹരിക്കാനോ അല്ലെ വികസനം നടപ്പിലാക്കാനോ ഒന്നുമല്ല നോക്കേണ്ടത്. എങ്ങനെങ്കിലും കോർപ്പറേഷനെ താഴെ ഇറക്കണമല്ലോ, എന്നാലും അല്ലെ അടുത്ത കസേര നമുക്ക് കയറി ഇരുന്നിട്ടല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ഒരു കഷ്ടമാണ് ശബരിനാഥ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ജനങ്ങളെ.